നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും കാരണവുമില്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കി, നിങ്ങളുടെ കഴിവുകളെ നോക്കി, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പരിഹസിച്ചു ചിരിച്ചവരുണ്ടോ? അപ്പോഴൊക്കെ അവർക്ക് ചുട്ട മറുപടി കൊടുക്കണം, അവരെ തിരിച്ചു വേദനിപ്പിക്കണം, നിങ്ങൾ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ തോന്നൽ വളരെ സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്. പ്രതികാരം ചെയ്യുക, നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ച് ദ്രോഹിക്കുക എന്നത് നമ്മുടെ ഉള്ളിൽ ആദ്യമുണ്ടാകുന്ന വികാരമാണ്. ആരെങ്കിലും നമ്മെ കളിയാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നി ആളിക്കെത്തും. ആ ദേഷ്യത്തിൽ നമ്മൾ പലതും വിളിച്ചു പറയും. അവരുമായി തർക്കിക്കാൻ പോകും. ചിലപ്പോൾ അവരെ ശാരീരികമായി തന്നെ നേരിടാൻ നമ്മൾ മുതിർന്നേക്കാം. എന്നാൽ അല്പനേരം ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുണ്ടാകുന്നത്? നിങ്ങൾ അവരോട് തർക്കിക്കാൻ പോകുമ്പോൾ, അവർക്ക് മറുപടി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജ്ജവുമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കുകയാണ്. നിങ്ങളെ പ്രകോപിപ്പിച്ച് നിങ്ങളുടെ വഴിയിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ആ ലക്ഷ്യം നിറവേറുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യന്റെ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മളെ പരിഹസിച്ചവരോട് എങ്ങനെ പ്രതികാരം ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് ചാണക്യനീതി നൽകുന്നുണ്ട്. തിരികെ ചീത്ത വിളിച്ചോ അവരെ ഉപദ്രവിച്ചോ അല്ല പ്രതികാരം ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലൂടെയാകണം നിങ്ങളുടെ പ്രതികാരം. അതെ, വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. നിങ്ങളെ വേദനിപ്പിച്ചവരോടും പരിഹസിച്ചവരോടും തിരിച്ചു പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് വലിയ വിജയം നേടുന്നതാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. ഈയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പുറകോട്ടേക്ക് നോക്കേണ്ടിവരില്ല. നിങ്ങളെ പരിഹസിച്ചവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ തോറ്റുപോകുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഏറ്റവും മികച്ച രീതിയിൽ വിജയിച്ചു കാണിക്കുക എന്നതാണ്. നിങ്ങൾ അവരോട് തർക്കിക്കാൻ പോയാൽ അവർ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് താഴ്ത്തും. അവിടെ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കും. കാരണം പരിഹാസവും കുത്തുവാക്കുകളും അവരുടെ ആയുധങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ ആയുധം നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ നിശ്ചയദാർഢ്യവുമാകണം. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ നിശബ്ദത അവരിൽ ഭയം സൃഷ്ടിക്കും. അവർ കരുതും നിങ്ങൾ തോറ്റുപോയെന്ന്, നിങ്ങൾ പിന്മാറിയെന്ന്. അവർ അവരുടെ വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ഇരുട്ടിലിരുന്ന് നിങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാകണം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വയ്ക്കുക. നിങ്ങളുടെ ദേഷ്യത്തെ, നിങ്ങളുടെ സങ്കടത്തെ, നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെ എല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഇന്ധനമാക്കി മാറ്റുക. ഓരോ തവണ നിങ്ങൾക്ക് പരിഹാസം കേൾക്കേണ്ടി വരുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ തീ കൂടുതൽ ആളിക്കെത്തണം. ആ തീ മറ്റുള്ളവരെ ചുട്ടരിക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ളതാകണം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മറ്റുള്ളവരുടെ വാക്കുകളാണ്. നീ ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ടിതൊന്നും സാധിക്കില്ല, നിന്റെ തലവര ഇതാണ് എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളെ നമ്മൾ ദിവസവും കാണാറുണ്ട്. സ്വന്തമായി ഒന്നും നേടാൻ കഴിയാത്തവരാണ് പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ പരിമിതികളെ അവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ തളർന്നുപോയാൽ പരാജയപ്പെടുന്നത് നിങ്ങളാണ്, വിജയിക്കുന്നതവരും. എന്നാൽ ആ വാക്കുകളെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്താൽ ചരിത്രം തിരുത്തിക്കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വാക്കുകൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാണക്യൻ എപ്പോഴും പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയിയെന്നാണ്. ദേഷ്യമെന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ദേഷ്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും. നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ദേഷ്യത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. ആ ദേഷ്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കരുത്തേകണം. നിങ്ങളെ അപമാനിച്ചവന്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കരുത്. നിങ്ങൾ വിശ്രമിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ മുഖം നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അത് നിങ്ങളെ വീണ്ടും ഉണർത്തണം, വീണ്ടും കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് ആരും അറിയാൻ പാടില്ല. നിങ്ങളുടെ വിജയത്തിന്റെ ശബ്ദം മാത്രമേ ലോകം കേൾക്കാൻ പാടുള്ളൂ. മുളക് ചെടി വളരുന്നത് ആരും കാണാറില്ല, എന്നാൽ അത് കായ്ക്കുമ്പോൾ അതിന്റെ എരിവ് എല്ലാവരും അറിയും. അതുപോലെയാകണം നിങ്ങളുടെ വളർച്ചയും. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, നിങ്ങൾ ഒഴുക്കുന്ന വിയർപ്പ്, നിങ്ങൾ ഉറക്കമൊഴിയുന്ന രാത്രികൾ, ഇതൊന്നും ആരും അറിയേണ്ടതില്ല. നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം മാത്രം അവർ കണ്ടാൽ മതി. നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ പരിഹസിച്ചവരുടെ മുഖം ഒന്ന് കാണണം. അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അന്ന് അവർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർ തന്നെ നിങ്ങളെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കും. നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ചോദിച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അന്ന് നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിയുണ്ട്, അതിനേക്കാൾ വലിയ ഒരു മറുപടിയും നിങ്ങൾക്കവർക്ക് നൽകാൻ കഴിയില്ല. ആ പുഞ്ചിരി അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന മുറിവ് നിങ്ങൾ 1000 വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചാൽ പോലും ഉണ്ടാകില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ തന്നെയാകാം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്.
എന്നാൽ ആ സങ്കടം ഒരു നിരാശയായി മാറാൻ ഒരിക്കലും അനുവദിക്കരുത്. ലോകം എപ്പോഴും വിജയികളുടെ കൂടെയാണ്. നിങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമുണ്ടാകില്ല. എന്നാൽ നിങ്ങൾ വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാകാൻ മത്സരിക്കും. ഇത് ഈ ലോകത്തിന്റെ ഒരു പച്ചയായ സത്യമാണ്. ഈ സത്യം മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ നിങ്ങൾക്കൊരിക്കലും തളരേണ്ടിവരില്ല. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. നിങ്ങളെ തളർത്തുന്ന ചിന്തകളെ നിങ്ങളുടെ മനസ്സിലേക്ക് അടുപ്പിക്കരുത്. നിങ്ങളെ പരിഹസിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അർജുനൻ പക്ഷിയുടെ കണ്ണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുപോലെ നിങ്ങളുടെ ലക്ഷ്യം മാത്രം നിങ്ങളുടെ കൺമുന്നിലുണ്ടായിരിക്കണം. ചുറ്റും നടക്കുന്ന ഒന്നും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. ഓരോ ദിവസവും നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായിരിക്കണം ഇന്നത്തെ നിങ്ങൾ. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കഴിവുകൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ഒരു മനുഷ്യന്റെ അറിവിനെ ആർക്കും അപഹരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പക്കൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ സാധിക്കും. ചാണക്യൻ തന്റെ ബുദ്ധിയും അറിവും കൊണ്ടാണ് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന് ശാരീരികമായി വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിക്കു മുന്നിൽ വലിയ വലിയ രാജാക്കന്മാർ പോലും മുട്ടുകുത്തി. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒരിക്കലും എളുപ്പമായിരിക്കില്ല. നിരവധി തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടിവരും. പലതവണ നിങ്ങൾ വീണുപോയേക്കാം. എന്നാൽ ഓരോ തവണ വീഴുമ്പോഴും മുൻപത്തേക്കാൾ കരുത്തോടെ നിങ്ങൾ എഴുന്നേൽക്കണം. തോൽവികളെ ഭയപ്പെടരുത്. ഓരോ തോൽവിയും നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ നൽകും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ഒരിക്കലും വിശ്രമിക്കരുത്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. എന്നാൽ അവർ ചെയ്തത് ഒരിക്കലും മറക്കരുത്. ക്ഷമിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. എന്നാൽ അവരുടെ പ്രവൃത്തികൾ മറക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ടു പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. അവരോട് പക മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. എന്നാൽ അവരെ നിങ്ങളുടെ വിജയത്തിന്റെ പടവുകളാക്കി മാറ്റുക. അവർ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് നിങ്ങളുടെ വിജയത്തിന്റെ കോട്ട പണിയുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മറ്റാരും വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കരകയറ്റാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ വിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദം. അത് ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കണം. നിങ്ങളുടെ നിശബ്ദമായ കഠിനാധ്വാനത്തിന്റെ ഫലം നാളെ വലിയൊരു കൊടുങ്കാറ്റായി മാറണം. അന്ന് നിങ്ങളെ പരിഹസിച്ചവർ ആ കൊടുങ്കാറ്റിൽ പറന്നുപോകും. അതാണ് പ്രകൃതിയുടെ നിയമം. അതാണ് കാലത്തിന്റെ കാവ്യനീതി. ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും അതുതന്നെയാണ്. തന്നെ അപമാനിച്ച നന്ദരാജവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞാണ് ചാണക്യൻ തന്റെ പ്രതികാരം വീട്ടിയത്. അതിനായി അദ്ദേഹം ആയുധമെടുത്തത് തന്റെ ബുദ്ധിയും തന്ത്രങ്ങളുമാണ്, അല്ലാതെ വെറും വാക്കുകളല്ല. അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങളുടെ പ്രതികാരം വാക്കുകളിലല്ല, നിങ്ങളുടെ പ്രവൃത്തിയിലാകട്ടെ. നിങ്ങളുടെ വിജയം അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.